പുതിയ സർക്കാർ രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റി ഓൺ എപ്പിഡമിക് കൺട്രോളിൻ്റെ ചെയർമാനാണ് താങ്കൾ. താങ്കളുടെ ഈ പ്രിവിലേജോ അല്ലെങ്കിൽ താങ്കളുടെ ഈ പരിചയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് താങ്കൾക്കൊരു നല്ല പനി വരികയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാൻ മാത്രം നല്ല സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? കേരളം നമ്പർ 1 ആണ്. ഇവിടെ എല്ലാം ശരിയാണ്. അങ്ങനല്ല. സാംക്രമിക രോഗങ്ങളെ നമ്മൾ അതിജീവിച്ച് മനുഷ്യർ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സാംക്രമികമല്ലാത്ത രോഗങ്ങൾ മനുഷ്യൻ മരിച്ചുകൊണ്ടേ എന്നെങ്കിൽ അപ്പോൾ ശരീരത്തിൻ്റെ പഴക്കം കൊണ്ട് ഇപ്പോൾ കാറ് കുറേ നാൾ ഓടുമ്പോൾ ടയർ തേയില്ലേ, എൻജിൻ പണി വേണ്ടിവരില്ലേ, അതുപോലത്തെ അവസ്ഥകളുണ്ടാവും. അപ്പോൾ ആ മാറ്റം നമ്മൾ കേരളത്തിൽ അതിനനുസരിച്ച് ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടില്ല. 3 വർഷം പോകണമെന്ന് തോന്നുന്നു. വീട്ടിലെത്താറാകുമ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും വലിയൊരു സ്വകാര്യ ആശുപത്രിക്കിടയിൽ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയാൾക്ക് ജീവനുണ്ട്, ബൈക്കും അപ്പുറത്ത് കിടക്കുകയാണ്. അപ്പം ആൾ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൾക്കോട്ടെ. അപ്പോൾ ഞാനതിൽ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ആംബുലൻസ് കിട്ടാനായിട്ട് സകല നമ്പറിലും വിളിച്ചിട്ടും ഒരു അരമണിക്കൂർ കൂടുതലെടുത്തു. ഈ ആംബുലൻസുകാരൻ പോണത് ഒരു മാരുതി ഒമ്നി വാനാണ്. ആ വണ്ടിക്ക് ഇത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യാതെ ഞാനൊരു സൈഡിലും മറുവശമായിട്ട് ബോധമില്ലാത്ത രോഗിയും കിടക്കുകയാണ്. ഞാൻ അയാളുടെ പറഞ്ഞിട്ടൊന്നും അയാൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടയിൽ കൊണ്ടു വന്നിട്ട് ഒരു സ്ട്രെച്ചർ ഞാൻ ഒപ്പിച്ചു. ഇയാൾ ആംബുലൻസുകാരനെ പറഞ്ഞു നിർത്തിയിട്ട് സ്ട്രെച്ചറിൽ ഞങ്ങൾ രണ്ടും എടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ ആംബുലൻസ് വിട്ട് പോയി കളഞ്ഞു. പിന്നെ അതിലേക്ക് ഒരു യൂണിഫോം ഒരാളെ കണ്ടിട്ട് ഞാൻ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ അകത്ത് പോയപ്പോൾ ഡോക്ടർമാരൊക്കെ അകത്ത് യുദ്ധസ്ഥലം പോലെ ഓടുകയാണ്. ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ നേരമില്ല, അത്രയും തിരക്കാണ്. ഒരു 10-20 മിനിറ്റ് വീണ്ടും എടുത്തു ഒരു ഡോക്ടറിന് അറ്റൻഷൻ കിട്ടാൻ, ഒരു സ്റ്റാഫിനെ കൊണ്ട് ഇതിനകത്ത് തള്ളി അകത്ത് കയറ്റാൻ. ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ എനിക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയും കൊണ്ടുപോയിട്ട് എന്നാലുള്ള അവസ്ഥയാണ്. എനിക്കായാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ മെഡിക്കൽ കോളേജുകളിൽ? ജനങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ ലഭിക്കാവുന്ന ഒരു രോഗത്തിന് പോലും സാധാരണക്കാർ മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടും. മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ ലഭിക്കേണ്ട സ്ഥലത്ത് തലവേദനക്കാരനും തുമ്മലുകാരനും ഒക്കെ വരികയാണ്. കേരളം ഒറ്റയടിക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. പക്ഷേ മാറ്റത്തിൻ്റെ സൂചനകളുണ്ട്. അതിനേറ്റവും വേണ്ട ആദ്യം പൊളിറ്റിക്കൽ തീരുമാനമാണ്, രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് അതുണ്ടാകുന്നത്. ലോകാരോഗ്യ സംഘടന വരെ തൻ്റെ കരിയർ വളർത്തിയ ഒരു പൊതുജനാരോഗ്യ വിദഗ്ധനാണ് ഇന്നെൻ്റെ മുന്നിലിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഡിസീസ് കൺട്രോൾ, ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകുകയും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള ഗ്ലോബൽ ഫണ്ട് പദ്ധതികളിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത അദ്ദേഹം നിലവിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ പോരാടുന്ന റിയാക്ട് ഏഷ്യ പസഫിക്കിൻ്റെ ഡയറക്ടറാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസക്തി സംസ്ഥാന എപ്പിഡമിക് കൺട്രോൾ ഹൈ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലാണ്. സ്വാഗതം ഡോക്ടർ സിസ്ലാൽ. പുതിയ സർക്കാർ രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റി ഓൺ എപ്പിഡമിക് കൺട്രോളിൻ്റെ ചെയർമാനാണ് താങ്കൾ. അപ്പോൾ പേരിലൊരു ഹൈ പവർ എന്നൊക്കെ ഉണ്ടെങ്കിലും എന്തുമാത്രം കൺട്രോളാണ് അല്ലെങ്കിൽ എന്തുമാത്രം പവറാണ് താങ്കൾക്ക് ആക്ച്വലി ആ സ്ഥാനത്തുള്ളത്? ഈ ഹൈ പവർ എന്ന് ഗവൺമെൻറ് കൊടുത്ത പേരാണ്. ആ പേര് കൊടുത്തതിന് ശേഷം എന്നെ ചെയർമാനാക്കുന്നത്. അപ്പോൾ പേരിൻ്റെ പ്രസക്തിയേക്കാൾ അത് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് കൃത്യമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമായിരുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാങ്കേതിക കാര്യങ്ങൾ സാങ്കേതിക വിദഗ്ധർ ചെയ്യുക, രാഷ്ട്രീയ കാര്യങ്ങൾ മന്ത്രി നോക്കുക എന്നൊരു രണ്ടും വ്യത്യസ്തമായിട്ട് എന്നാൽ ഒരുമിച്ച് കോർഡിനേഷൻ വേണം. ആ ഒരു ചിന്തയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പം നേരിടുന്ന ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് പകർച്ചവ്യാധി പ്രശ്നങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള സമീപനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി യോജിപ്പിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അതിന് ഏറ്റവും വലിയ അവസരമായിട്ടാണ് കാണുന്നത്. പവറുണ്ടോ ഇല്ല എന്നുള്ളത് വാക്കിലെ പവറിനേക്കാൾ ജനങ്ങളെ സഹായിക്കാൻ, കേരളത്തെ സഹായിക്കാൻ, ആരോഗ്യരംഗത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിശാല കമ്മിറ്റിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു എപ്പിഡമിക് ബ്രേക്കൗട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസിൽ ഈ കമ്മിറ്റിക്ക് എന്താണ് പങ്കുള്ളത്? നിലവിലുള്ള ഒരു കാര്യത്തെയും റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള സംവിധാനമല്ല. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. 60,000-ലധികം സ്റ്റാഫുണ്ട്. പിന്നെ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഇങ്ങനെ ഒരുപാട് പേര് പിന്തുണയുള്ളതാണ്. പിന്നെ സ്വകാര്യ മേഖലയുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആരോഗ്യരംഗം നടക്കുന്നൊരു സംസ്ഥാനം കൂടിയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കും. പക്ഷേ ഇവിടെ ഒരുപാട് ഗ്യാപ്സ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പുകൾ പലപ്പോഴും പലരും ശ്രദ്ധയിൽപ്പെടില്ല. ആ ഗ്യാപ്പുകൾ കണ്ടുപിടിച്ച് അത് ചൂണ്ടിക്കാണിക്കുക, അത് ഫില്ല് ചെയ്യുന്ന നമ്മുടെ ഉത്തരവാദിത്തമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പനിക്കണക്ക് വരുമ്പോൾ അത് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്ന കാലാകാലങ്ങളായിട്ട് മുഖ്യമന്ത്രിയായാലും ഗവൺമെൻറ്റും പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരിലെ കണക്കുകളാണ്. സർക്കാർ ആശുപത്രികൾ നോക്കുന്നത് 30% രോഗികളാണ്. അപ്പോൾ 70% കണക്കില്ല. അപ്പോൾ സ്വകാര്യ മേഖലയുടെ കണക്കും കൂടി വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000-ഓളം സ്വകാര്യ ആശുപത്രി ഉണ്ടെങ്കിൽ 300 ആശുപത്രി കണക്കാണ് സർക്കാരിന് കിട്ടുന്നത്. അപ്പോൾ കണക്ക് പൂർണ്ണമല്ല, വളരെ ചെറിയ ശതമാനം വരുന്നത്. ആയുഷ് വകുപ്പുകൾക്ക് തങ്ങളുടെ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാം ചികിത്സാ കാര്യത്തിൽ. പക്ഷേ 30% പേര് അവിടെ പോകുന്നുണ്ട്.
അവിടെ പനി വരുന്നവരുടെ കണക്ക് ആരോഗ്യവകുപ്പിന് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കുകളെല്ലാം അപൂർണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പരാജയം. അപ്പോൾ അതൊരു ഗ്യാപ്പാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. കാരണം അവരെ വകുപ്പ് കൃത്യമായി നടത്തുകയാണ്, ആയുഷ്കാർ അവരുടെ കാര്യം നടത്തുകയാണ്, സ്വകാര്യ മേഖല അങ്ങനെ ഒരു സിംഗിൾ അതോറിറ്റി ഇല്ല. അപ്പോൾ ഇതിനെല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവരിക, ഈ ഗ്യാപ്സ് ഫില്ല് ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇടപെടുന്നത്. വളരെ കാലമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു പേരാണ് കേരള മോഡൽ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ. അപ്പം താങ്കൾ WHO അടക്കമുള്ള പല മേഖലകളിലായിട്ട് പല രാജ്യങ്ങളിലെയും പബ്ലിക് ഹെൽത്ത് മോഡൽ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ മോഡൽ വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം ചിലപ്പോൾ പലർക്കും ഉണ്ടാവാം. പക്ഷേ എന്നാൽ ഈ PR സ്റ്റണ്ടിനൊക്കെ ഉപരിയായിട്ട് ഒരു ആഗോള തലത്തിൽ നോക്കുമ്പോൾ കേരള മോഡൽ അത്രയ്ക്ക് സ്തുത്യർഹമായിട്ടുള്ളൊരു മോഡലാണോ? വളരെ മെച്ചപ്പെട്ടൊരു മോഡലാണ്. നമ്മളവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയല്ലായിരുന്നു. ഇത് കേരളത്തിൽ ഇവോൾവ് ചെയ്ത് പരിണമിച്ചു വന്നൊരു വിഷയത്തെ അതിനെ കേരള മോഡലിൽ വിളിക്കുകയായിരുന്നു. അത് 70കളിലേ ഉണ്ട്. പല മന്ത്രിസഭകളും ഞങ്ങളുണ്ടാക്കിയ കേരള മോഡൽ പറയും. ഒന്നുകിൽ അത് കള്ളം പറയുന്നതാണ്, അല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 70കളിലൊക്കെ ഇത് ചർച്ചയായിട്ടുണ്ട്. എന്താണ് ഈ കേരള മോഡൽ? കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ആരോഗ്യം. നമ്മൾ 21ാം സ്ഥാനം അങ്ങോട്ടൊക്കെ ആയിരുന്നു സാമ്പത്തികമായിട്ട് സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ. ആ സമയത്ത് നോക്കുമ്പോൾ ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണ്. അതിനൊരുപാട് കോൺട്രിബ്യൂഷൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മന്ത്രിമാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു മന്ത്രിസഭയുടെയോ ഒരാളുടെയോ നേട്ടമല്ല. മാത്രമല്ല, നമ്മുടെ ആരും വിചാരിക്കാതെ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 42 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അതേതെങ്കിലും സർക്കാർ ഉത്തരവനുസരിച്ച് വന്നതല്ല. അപ്പോൾ കുടിക്കാനും കുളിക്കാനും ഭക്ഷണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന കൃഷിക്കുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇത്രയും നദികളുള്ള സംസ്ഥാനം വേറെ സംസ്ഥാനം ആരും ഇതുപോലെ പുരോഗമിച്ചേനെ. പിന്നെ നമുക്ക് വിദ്യാഭ്യാസം, അതിനകത്തൊരുപാട് ഈ മിഷണറി പ്രവർത്തനങ്ങളെല്ലാം വരികയും പിന്നെ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിന് ഇപ്പോൾ ആരോഗ്യം മെച്ചമായിരിക്കും. സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാക്ഷരത വളരെ കൂടുതലാണ്, വളരെ 100-നടുത്ത് വരികയാണ്. അപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഭരണകർത്താക്കൾ, ഇവിടെ 200 കൊല്ലം മുമ്പുള്ള രാജഭരണ കാലത്തെ ഭരണകർത്താക്കൾ പോലും വസൂരി കുത്തിവയ്പ്പിന് വേണ്ടി അവർ പരസ്യമായിട്ട് വന്നിട്ട് വസൂരി കുത്തിവയ്പ്പ് എടുത്ത് വേദന ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ എടുക്കാതിരിക്കുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് പുതിയതുമല്ല. 1913 മറ്റോ ആക്കാണ് ബ്രിട്ടീഷ് രേഖകൾ നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തിരുവിതാംകൂർ പ്രദേശത്താണെന്നാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ചില ജീവിത രീതികളും കാണാം. നമുക്ക് വെള്ളം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് കുളങ്ങളുണ്ടായിരുന്നു. കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നു. ഇപ്പോൾ മനുഷ്യൻ കുളിക്കുന്നുണ്ട്. പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കുറച്ച് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ വീട്ടിൽ പണ്ടൊരു സാഹിബ് അമേരിക്കൻ എൻ്റെ സൂപ്പർവൈസർ വന്നപ്പോൾ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു. ക്ലീൻ വെള്ളം കൊടുക്കാമെന്ന്. ഞാൻ ക്ലീൻ വെള്ളം എന്ന് ഞാൻ നിറമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തിളപ്പിക്കുന്ന വെള്ളമാണ്, ഈ വേരുകളും വൃക്ഷത്തിൻ്റെതൊക്കെ. അപ്പോൾ തിളച്ചതിൻ്റെ തെളിവാണ് ഈ നിറം മാറുന്നതെന്ന് പറഞ്ഞു. പിന്നെ അയാൾ അതിനെ പോയി പറ്റി ലേഖനം എഴുതി വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നുണ്ടാക്കിയെടുത്തൊരു മോഡൽ, കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ആരോഗ്യം. അത് മെച്ചപ്പെട്ട ആരോഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പലരും എല്ലാവർക്കും വണ്ണം ഉണ്ടെന്നോ തടിയന്മാർ അങ്ങനല്ല. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, പിന്നെ ലക്കപരിയായിട്ട് ആയുർദൈർഘ്യം, കൂടുതൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ. ഇപ്പോൾ പുരുഷൻ കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 73 വയസ്സാണ്. ചെറിയ അങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളാണ്. സ്ത്രീക്ക് 80 ഇപ്പോൾ ശരാശരി 80 വയസ്സ് വരെ കേരളത്തിലെ സ്ത്രീകൾ ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ 100-കാരും 90-കാരും കൂടെ ധാരാളമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടായൊരു മോഡലിനെയാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. കേരളം പല രംഗത്തും മോഡലാണ്. ആരോഗ്യ രംഗത്തെ മോഡൽ ഇതാണ്. നമ്മൾ നല്ല മോഡലാണെന്ന് പറയുന്നു. പക്ഷേ താങ്കളുടെ ഈ പ്രിവിലേജോ അല്ലെങ്കിൽ താങ്കളുടെ ഈ പരിചയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് താങ്കൾക്കൊരു നല്ല പനി വരികയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാൻ മാത്രം നല്ല സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? സർക്കാർ ആശുപത്രികൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലയിടത്തും സർക്കാർ ആശുപത്രികളുടെ വിഭവ പരിമിതികളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 40-50 കൊല്ലം മുമ്പ് ഒരു വീട് വെച്ചിട്ട് നമ്മുടെ അപ്പൂപ്പനോ അച്ഛനോ ഒക്കെ വെച്ച വീട് പഞ്ചായത്തിലെ അവാർഡും കൊടുത്തു കാണും. പക്ഷെ അവിടെ കൂടുതൽ അംഗങ്ങളായി പഴക്കം വന്നു എല്ലാം കഴിയുമ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയ വീടാണ്, ഇവിടെ ജീവിച്ചോണമെന്ന് പറയുന്ന പോലത്തെ നിലപാടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കേരളം നമ്പർ 1 ഇവിടെ എല്ലാം ശരിയാണ്. അങ്ങനല്ല. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സാംക്രമിക രോഗങ്ങൾ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങി. സാംക്രമിക രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ജനങ്ങൾ ജീവിച്ചിരിക്കും. ശരാശരി ഇന്ത്യയുടെ ശരാശരി പുരുഷായുസ് സ്വാതന്ത്ര്യം കിട്ടും 30-32 ആയിരുന്നു. അപ്പോൾ കേരളത്തിൽ ശാലം കൂടുതലായിരുന്നിരിക്കാം. പക്ഷേ ഈ അണുബാധകൾ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ, അപകടങ്ങൾ നിയന്ത്രിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടായ അപകടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളുണ്ടാകും. ഇപ്പം നമ്മൾ പലരും പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്, ഇവിടെ അത്രയും ക്യാൻസറാണ്, ഇവിടെ അത്രയും ഡയബറ്റിസാണ്, പ്രമേഹമാണ്, ഇവിടെ അത്രയും രക്തസമ്മർദ്ദം. ഇതൊക്കെ കൂടുതൽ റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷേ മനുഷ്യൻ ജീവിച്ചിരിക്കുക. ഇപ്പോൾ കുട്ടികൾ പ്രമേഹം വന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയ ശതമാനമുണ്ട്. അങ്ങനെയല്ല. പക്ഷേ പ്രമേഹ സാറിന് വരുന്ന ഒരു പ്രായമൊക്കെ ആകുമ്പോഴാണ്. ആ പ്രായം വരെ ജീവിച്ചിരിക്കണം. അപ്പോൾ
സാംക്രമിക രോഗങ്ങളെ നമ്മൾ അതിജീവിച്ച് മനുഷ്യർ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സാംക്രമികമല്ലാത്ത രോഗങ്ങൾ മനുഷ്യൻ മരിച്ചുകൊണ്ടേ എന്നെങ്കിൽ അപ്പോൾ ശരീരത്തിൻ്റെ പഴക്കം കൊണ്ട് ഇപ്പോൾ കാറ് കുറേ നാൾ ഓടുമ്പോൾ ടയർ തേയില്ലേ, എൻജിൻ പണി വേണ്ടിവരില്ലേ, അതുപോലത്തെ അവസ്ഥകളുണ്ടാവും. അപ്പോൾ ആ മാറ്റം നമ്മൾ കേരളത്തിൽ അതിനനുസരിച്ച് ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിൽ ഒന്ന് രണ്ട് വിസിൽ ബ്ലോവേഴ്സിൻ്റെ വോയിസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായി. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും അവിടുത്തെ അവസ്ഥ വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള വിസിൽ ബ്ലോയിങ് ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ കൂടുതൽ രോഗികളുടെ എണ്ണമുണ്ട്, എന്നാൽ അതിനനുസരിച്ച് ബെഡുകളില്ല, ICU ഫെസിലിറ്റി കുറവാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല, നഴ്സുമാർക്ക് ജോലിഭാരം കൂടുതലാണ്, പല കാര്യങ്ങളും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ മെഡിക്കൽ കോളേജുകളിൽ? മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ചെറിയ മാറ്റങ്ങൾക്കുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഹൈപ്പർ കമ്മിറ്റി വന്നുകൊണ്ടോ മന്ത്രിസഭ വന്നുകൊണ്ടോ മാത്രമല്ല, പക്ഷേ ഇതിനകത്ത് ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മന്ത്രിസഭ കുറേ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അവസ്ഥ ബുദ്ധിമുട്ട് തന്നെയാണ്. മെഡിക്കൽ കോളേജിൽ ഒരു ആശുപത്രിക്ക് താങ്ങാവുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടെ രോഗികൾ വരുന്നത്. ഉദാഹരണത്തിന് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് 2 ഡോക്ടറുള്ളപ്പോൾ 700 രോഗികൾ ഒരു ദിവസം വരും. പേര് ചോദിക്കാനുള്ള സമയം പോലും കിട്ടില്ല. അപ്പോൾ ആ ഒരു തിരക്കുണ്ട്. അപ്പോൾ അത് കാരണം ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അവർക്ക് ഭയങ്കര ഹെവിയാണ് അവർ വർക്ക് ലോഡ്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ നമുക്ക് നല്ല പേരാണ്, ഒരു കാലത്ത് വളരെ നല്ല പേരായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഡോക്ടർമാർ മെഡിക്കൽ കോളേജുകളിലായിരുന്നു. എങ്ങനെ രക്ഷയിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ആ പേര് ഇപ്പോഴും നിലനിൽക്കുക. അപ്പോൾ ജനങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ ലഭിക്കാവുന്ന ഒരു രോഗത്തിന് പോലും സാധാരണക്കാർ മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടും. രണ്ടാമത്, ചെറിയ ആശുപത്രികളിൽ നമ്മുടെ പെരിഫറിയിലുള്ള ആശുപത്രികളിൽ പലപ്പോഴും സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ രോഗിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം തടിക്ക് കേടാവുമെന്ന് ചോദിച്ച് ഡോക്ടർമാരും നഴ്സുമാരോ ഒക്കെ അവർ മെഡിക്കൽ കോളേജിൽ പോകാൻ പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടത്തരം ആശുപത്രികൾ അല്ലെങ്കിൽ ഇതിൻ്റെ താഴേക്കുള്ള ആശുപത്രികൾ വേണ്ട വിധത്തിൽ ശക്തമല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും രോഗികൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് തികച്ചും മാറേണ്ട ഒരവസ്ഥയാണ്. മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ ലഭിക്കേണ്ട സ്ഥലത്ത് തലവേദനക്കാരനും തുമ്മലുകാരനും ഒക്കെ വരികയാണ്. ഇപ്പോൾ കാർഡിയോളജിയെ നമ്മൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, അവിടെ വരുന്നൊരു 60-70% ആൾക്കാർ ഇവിടെ വരേണ്ടവരേ അല്ല. അപ്പോൾ ഇതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്കറിയാം. ഞാനിത് എഴുതിയിട്ടുണ്ട്. ICU യൂണിറ്റ് കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മരിച്ചവരുണ്ട്. വെൻറ്റിലേറ്റർ കിട്ടാതെ ഞാൻ ഇടപെട്ടിട്ടും കിട്ടാതെ, ഇടപെട്ടെന്ന് പറഞ്ഞാൽ വേറൊരാളെ വെൻറ്റിലേറ്റർ മാറണം, അത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെൻറ്റിലേറ്റർ കിട്ടാതെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ വാർഡിൽ കിടന്ന് മരിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അത് നമ്പർ കുറഞ്ഞു വരുന്നുണ്ട്, പല കാരണങ്ങളുമുണ്ട്. പിന്നെ സ്വകാര്യ മേഖലയിൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സമ്പാദ്യവും ചിലപ്പോൾ ഒരു 10 ദിവസം വെൻറ്റിലേറ്റർ കൊണ്ട് തീർന്നു പോകും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കേരളം ഒറ്റയടിക്ക് അങ്ങനെ മാറാൻ പറ്റില്ല, പക്ഷേ മാറ്റത്തിൻ്റെ സൂചനകളുണ്ട്. അതിനേറ്റവും വേണ്ട ആദ്യം പൊളിറ്റിക്കൽ തീരുമാനമാണ്, രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, അതുണ്ടാകുന്നുണ്ട്. ട്രോമ കെയറിൻ്റെ കാര്യത്തിൽ എന്താ അവസ്ഥ? ട്രോമ കെയർ ഞാൻ ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് UDFൻ്റെ ഹെൽത്ത് കമ്മീഷൻ ചെയർമാനായിരുന്നു ഞാൻ. അപ്പം ഞങ്ങൾ നടത്തിയ 1 വർഷത്തോളം വർക്കിൻ്റെ ഇടയിൽ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ജില്ലാ ആശുപത്രിയിൽ മാത്രമേ 24 മണിക്കൂർ അടിയന്തര ചികിത്സയുള്ളൂ. വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ ജില്ലാ ആശുപത്രി പറയുന്നിടത്ത് രാവിലെ 8 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അടിയന്തര ചികിത്സ. അത് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നവർ ചികിത്സിക്കാമെന്നുള്ളത്. ഇപ്പോൾ കാലൊടിയുന്നവന് വിചാരിക്കാൻ പറ്റും 1 മണിക്ക് മുമ്പ് ഓടിയണമെന്ന്, അല്ലെ ഹാർട്ട് അറ്റാക്ക് വരുന്നവൻ്റെ ഹൃദയം വിചാരിക്കും 1 മണിക്കും. അപ്പോൾ ഈ ജില്ലാ ആശുപത്രികളിൽ പരിഹരിക്കേണ്ട എല്ലാം കൂടി മെഡിക്കൽ കോളേജിൽ പോകും. അപ്പോൾ ട്രോമ കെയറും എമർജൻസി കെയറും ഹാർട്ട് അറ്റാക്കും അത്യാവശ്യമായിട്ട് ചികിത്സ വേണ്ടാണ്, ഇതെല്ലാം കൂടി മെഡിക്കൽ കോളേജിൽ വരും. എന്നാൽ ഹൃദയ മാറ്റ ശസ്ത്രക്രിയ വരെ ഒരു ജനറൽ ആശുപത്രി നടത്തി, അത് പ്രയോറിറ്റി ആണെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ആശുപത്രികളുണ്ട്. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ 1 മണിക്ക് ശേഷം ചികിത്സയില്ലാത്തടത്ത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയെ പറ്റി ആലോചിക്കേണ്ട. അപ്പോൾ പ്രയോറിറ്റിയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രോമ കെയർ വലിയ വിഷയമാണത്. നമുക്കറിയാം, കരുനാഗപ്പള്ളിക്കാരൻ അവന് അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊല്ലവും പല മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രിയും കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ നടയിൽ മരിച്ചുപോയി. അത് പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇവിടെ റിസോഴ്സസ് കുറവുണ്ടെന്നുള്ള യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലും റിസോഴ്സസിൻ്റെ ഒപ്റ്റിമലായിട്ടുള്ള ഉപയോഗം നടക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഇപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, എന്തെങ്കിലും പേഴ്സണൽ അനുഭവങ്ങളുണ്ടാകും ആക്സിഡൻ്റ് ഉണ്ടായ കേസ്? എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനൊരു 3 വർഷം പോകണമെന്ന് തോന്നുന്നു. വീട്ടിലെത്താറാകുമ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനും വലിയൊരു സ്വകാര്യ ആശുപത്രിക്കിടയിൽ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി നിർത്തി ചോദിക്കുമ്പോഴത്തേക്ക് ഒരാൾ മരിച്ചു കിടക്കാമെന്നാണ് എന്നോട് അവിടെ കൂടി നിന്നവർ പറയുന്നത്. ഇരുട്ടുമാണ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയാൾക്ക് ജീവനുണ്ട്, ബൈക്കും അപ്പുറത്ത് കിടക്കുകയാണ്. അപ്പം ആൾ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൾക്കോട്ടെ. അപ്പോൾ ഞാനതിൽ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ആംബുലൻസ് കിട്ടാനായിട്ട് സകല നമ്പറിലും വിളിച്ചിട്ടും ഒരു അരമണിക്കൂർ കൂടുതലെടുത്തു.
ഒരു ആംബുലൻസ് എവിടെ പോയിട്ട് ഒരാളെ ഞങ്ങൾ കൂടെ തടഞ്ഞു നിർത്തിയിട്ട് ആംബുലൻസ് കയറ്റുകയായിരുന്നു. ഈ ആംബുലൻസും വലിയൊരു വിഷയമാണ് പറയേണ്ടത്. ഈ ആംബുലൻസുകാരൻ പോണത് ഒരു മാരുതി ഒമ്നി വാനാണ്. ആ വണ്ടിക്ക് ഇത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യാതെ. ഞാനൊരു സൈഡിലും മറുവശമായിട്ട് ബോധമില്ലാത്ത രോഗിയും കിടക്കുകയാണ്. ഞാൻ അയാളുടെ പറഞ്ഞിട്ടൊന്നും അയാൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ അയാൾ വീണ് അടുത്ത അപകടം പറ്റുമെന്നാണ് പേടി. ഇദ്ദേഹത്തെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടയിൽ കൊണ്ടു വന്നിട്ട് ഒരു സ്ട്രെച്ചർ ഞാൻ ഒപ്പിച്ചു. ഇയാൾ ആംബുലൻസുകാരനെ പറഞ്ഞു നിർത്തിയിട്ട് ഈ സ്ട്രെച്ചറിൽ ഞങ്ങൾ രണ്ടും എടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ ആംബുലൻസ് വിട്ട് പോയി കളഞ്ഞു. അപ്പോൾ ഞാനും ഒരു രോഗിയും രാത്രിയാണ്. അപ്പോൾ അതിൽ പോയത് ആരെങ്കിലും വിളിച്ച് നിർത്താൻ പറ്റുമോ? പിന്നെ അതിലേക്ക് ഒരു യൂണിഫോം ഒരാളെ കണ്ടിട്ട് ഞാൻ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ അകത്ത് പോയപ്പോൾ ഡോക്ടർമാരൊക്കെ അകത്ത് യുദ്ധസ്ഥലം പോലെ ഓടുകയാണ്. ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ നേരമില്ല, അത്രയും തിരക്കാണ്. ഒരു 10 മിനിറ്റ് വീണ്ടും എടുത്തു ഒരു ഡോക്ടറിന് അറ്റൻഷൻ കിട്ടാൻ, ഒരു സ്റ്റാഫിനെ കൊണ്ട് ഇതിനകത്ത് തള്ളി അകത്ത് കയറ്റാൻ. അയാൾ രക്ഷപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളെന്നെ ഫോൺ ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ എനിക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയും കൊണ്ടുപോയിട്ട് എന്നാലുള്ള അവസ്ഥയാണ്. എനിക്കായാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. മനുഷ്യർ വഴിയിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിടന്ന് മരിച്ചും പോയാൽ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് മാറിയേ പറ്റുള്ളൂ. നമ്മൾ കേരള മോഡൽ 1-ാം നമ്പർ എന്നൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്തൊരുത്തിന് ആംബുലൻസ് കിട്ടാൻ ചത്തുപോകാം, കൊണ്ടുവന്നാൽ ചികിത്സ സമയത്ത് കിട്ടില്ല എന്ന് പറയുന്നത് അത് വളരെ മോശം അവസ്ഥയാണ്. ഒരു സർക്കാർ മാറി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും മാറില്ല, സമയമെടുക്കും. മുൻ സർക്കാരുടെ കാര്യം പറയുമ്പം ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നങ്ങളിലൊന്ന്. ഇപ്പം മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഹെൽത്ത് മോഡലിൻ്റെ പ്രധാന അവിഭാജ്യ ഘടകങ്ങളൊന്ന് ആശാ വർക്കർമാരാണല്ലോ. അപ്പം അവരുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്, ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അവരുടെ തൊഴിലും വേതനം ഇത്തരം വിഷയങ്ങളുണ്ട്, അത് യഥാർത്ഥമാണ്. പക്ഷേ ആശാ വർക്കർമാർ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ചാണോ ഉപയോഗിക്കുന്നത്, കൂടുതലാണോ ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പഠനം പോലും നടന്നു. ഇപ്പോൾ എൻ്റെ ഒരു വിദ്യാർത്ഥി ഒരു തീസിസ് ആ വിഷയം എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ആശാ വർക്കർമാരെ ഉദ്ദേശിച്ചത് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനായിട്ടല്ല. ചിലയിടത്ത് ഇപ്പം അങ്ങനെ ആയിപ്പോകുന്നുണ്ട്. എന്തുണ്ടെങ്കിലും ആശാ വർക്കറുടെ മണ്ടയിൽ വരും, അതും ശരിയല്ല. ഇത് 2005 വരുമ്പോഴത്തെ ഞാൻ ഡൽഹിയിലുണ്ട്. ഇതിൻ്റെ ഇനിഷ്യൽ ചർച്ചകളിൽ ഞാനുമൊക്കെ പങ്കെടുത്തു. രാംദോസ് എന്നൊരു ആരോഗ്യമന്ത്രിയായിരുന്നു ആ കാലഘട്ടത്തിൽ. മൻമോഹൻ സിംഗിൻ്റെ മിനിസ്ട്രിയാണ് ആശാ വർക്കർമാരെ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും, കേരളം പോലെ അല്ലല്ലോ പലയിടത്തും, ഡോക്ടർമാർ ഒന്നിൽ പോസ്റ്റ് ചെയ്താൽ പോകില്ല, ഉണ്ടെങ്കിൽ തന്നെ അവിടെ സമയത്തുണ്ടാകില്ല. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ വേറെ ടൗണിൽ നിന്ന് വരുന്നവരായിരിക്കും. ഈ ആശുപത്രി പിന്നെ ആരും കാണൂല. പിന്നെ പ്രാദേശിക ആരോഗ്യ പ്രവർത്തകർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അതേ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചില ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാം. ഉദാഹരണത്തിന് ക്ഷയരോഗത്തിന് മരുന്ന് വന്നു കഴിഞ്ഞാൽ 6 മാസം മരുന്ന് കഴിക്കണം. ഇത് ഡോക്ടർ ഇത് വേറെ പട്ടണത്തിൽ തിരിച്ചു പോവും, അവിടെ ചില ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായെന്നൊരു ഇല്ലെന്ന് വരും. ആ കമ്മ്യൂണിറ്റിയിൽ ഒരാളുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ആ മരുന്ന് പറഞ്ഞ് കഴിപ്പിക്കാം. അല്ലെങ്കിൽ ഒരിടത്ത് ഗർഭിണിയുണ്ടായി, ഗർഭം രജിസ്റ്റർ ചെയ്യാം. ഇതിനൊക്കെ വേറെ ആരോഗ്യ പ്രവർത്തകരുണ്ടെങ്കിലും ഫലത്തിൽ പലയിടത്തും നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ശമ്പളം വാങ്ങാൻ വേണ്ടി വരുന്നവരും ഉണ്ട് ഇത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെടുത്തു കഴിഞ്ഞാൽ അവർ ആൻസറബിളാണ്, അവർ അക്കൗണ്ടബിളാണ്, അവർ അവൈലബിൾ. ആ കൺസെപ്റ്റിൽ നിന്ന് വന്നതാണ്. പക്ഷേ പലയിടത്തും ഞാൻ കാണുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. എല്ലാ പണിയും ഇവരെ കൊണ്ടിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇവർ പ്രോപ്പർലി ട്രെയിൻഡ് ആകാത്തവരുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറേ ഗ്യാപ്സ് ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇവരുടെ ജോലി ഭാരം. ഈ പാവങ്ങളെല്ലാം സ്വന്തം കമ്മ്യൂണിറ്റി ആയിട്ട് അവർക്ക് ലീവ് എടുക്കാനോ അവർക്ക് ഒഴിഞ്ഞു മാറാനോ പറ്റില്ല. അവർ കമ്മ്യൂണിറ്റിയോട് അക്കൗണ്ടബിളാണ്. പക്ഷേ ഇതിനകത്തൊരു വിശദമായ വിശകലനം ആവശ്യമാണ്. ഈ ഫോഴ്സിന് 26,000 പേര് കേരളത്തിലുണ്ട്. ഇവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, മറ്റാരെങ്കിലും പണി ചെയ്യാതെ ഇവരെ മണ്ടയിൽ വിൽക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുകയും, ഈ കൺസെപ്റ്റ് നല്ലതാണ്. എപ്പോഴും കമ്മ്യൂണിറ്റി ആരോഗ്യ പ്രവർത്തകരാണ്. ഡോക്ടർക്ക് മരുന്ന് കുറിച്ചിട്ട് പോവാം, ഏറ്റവും നല്ല പേനുകൊണ്ട് ഏറ്റവും നല്ല പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റും. പക്ഷേ രോഗി കഴിക്കുമെന്ന് ഉറപ്പ് വരുത്താൻ ഡോക്ടർക്ക് പറ്റില്ല. അപ്പോൾ അതൊരു നല്ല സംവിധാനമാണ്, പക്ഷേ ഒരുപാട് മെച്ചപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ പ്രശ്നം നേരിടുന്ന മറ്റൊരു മേഖല ഡോക്ടർമാരുടെ അഭാവമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ സബ്സിഡൈസ് ആയിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അത് പറ്റുന്നവർ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ഇപ്പം സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ശമ്പളത്തിന് കുറവുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് അവർ പലരും വിദേശങ്ങളിലേക്കൊക്കെ ചേക്കേറുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സിസ്റ്റത്തിന് എന്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്? ഡോക്ടർമാർ പുറത്ത് പോകരുത് നമ്മൾ പറയാൻ പാടില്ല. പുറത്ത് പോകണം. പുറത്ത് പോയെന്ന് എല്ലായിടത്തും പോകുന്നതല്ല. ചിലപ്പോൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അനുഭവങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എനിക്കറിയാം, 5 വർഷമൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളുടെ അധ്യാപകർ പലരും ഒരുപാട് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ എല്ലാ ഡോക്ടർമാർക്കും തൊഴിൽ കൊടുക്കാൻ ചിലപ്പോൾ സർക്കാരിന് പറ്റിയെന്ന് വരില്ല. അങ്ങനെ കുറേ പേര് പോവുകയൊക്കെ ചെയ്യും. അത് നമുക്ക് ഡോക്ടർമാർ പോകണ്ടേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ ഡോക്ടർമാരും നഴ്സുമാരും അവരുടെയും കൂടെ അവരയക്കുന്ന പണവും കൂടെ നമ്മുടെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, കേരളത്തിൽ എത്ര ഡോക്ടർമാർ വേണമെന്ന് ഒരു കണക്കെടുപ്പ് ഒരു കാലത്തും നടന്നിട്ടില്ല. ഇപ്പോൾ 400 മനുഷ്യർക്ക് ഒരു ഡോക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ലോകാരോഗ്യ സംഘടന 1000-1 പറയുന്നത്. ആ കണക്ക് ചിലപ്പോൾ റിവൈസ് ചെയ്യപ്പെടേണ്ടി വരും. ഈ 400 മനുഷ്യർക്ക് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല.
ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ 70% 60% ജനങ്ങളും ഗ്രാമങ്ങളിലാണ്. 60% ഡോക്ടർമാർ നഗരങ്ങളിലാണ്. അപ്പോൾ ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡോക്ടർമാർ മെച്ചപ്പെട്ട ധനം കിട്ടുന്നിടത്തേക്ക് പോവും. ഡോക്ടർമാരിൽ ആരായാലും പോവും. അപ്പോൾ ഇന്ത്യൻ ഡോക്ടർമാർ നല്ല രീതിയിൽ ട്രെയിൻഡാണ്, സമർത്ഥരാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും വലിയ അമേരിക്കക്കാരില്ലാത്ത ഡോക്ടർമാരുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ അത് സംഭവിക്കും. പക്ഷെ നമുക്ക് വേണ്ട അങ്ങനെയല്ല. നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഡോക്ടർമാരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് വേറെ സംവിധാനങ്ങളുണ്ട്. അത് ഗവൺമെൻറ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഡോക്ടർമാരില്ലാത്തത്? ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണ്. ഞാൻ തിരുവനന്തപുരം ജനിച്ചു വളർന്ന ഒരാളാണ്. എനിക്ക് ജോലി കിട്ടാനായിട്ട് എനിക്കൊരു പരിചയമില്ലാത്തൊരു ഗ്രാമത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് എനിക്ക് അവിടെ എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു പോകും. ഏതെങ്കിലും മന്ത്രിയെ പിടിച്ച് തിരിച്ചു വരാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോകും. നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കുന്നൊരു വിഷയമാണ്. ഞാൻ MBBS കയറുമ്പോൾ അന്ന് തിരുക്കൊച്ചി മലബാർ റിസർവേഷൻ ഉണ്ടായിരുന്നു. ചില കോട്ടയിലെ മലബാറുകാർക്ക് കിട്ടും, അല്ലെങ്കിൽ ചില കോട്ടയിൽ. എന്തുകൊണ്ട് നമ്മുടെ താലൂക്കുകൾക്കായിട്ട് മെഡിക്കൽ കോളേജ് സീറ്റുകൾ വിഭജിച്ചുകൂടാ? കട്ടപ്പന കോട്ടയിലേ വരാൻ പറ്റുള്ളൂ. അല്ല, ജനറൽ മേറ്റ് വേറെ ആകാം. പക്ഷെ കട്ടപ്പനക്കാരൻ ആ കോട്ടയിൽ വരികയാണെങ്കിൽ അവൻ കട്ടപ്പന 20 വർഷം അല്ലെങ്കിൽ 10 വർഷം പ്രാക്ടീസ് ചെയ്യുമെന്ന് ഉറപ്പ് കോൺട്രാക്ട് നിർബന്ധമില്ല. അപ്പോൾ ഇത്തരത്തിൽ രീതിയിലുള്ള വിശദമായ ചർച്ചകളൊന്നും ഒരിക്കലും നടന്നിട്ടില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, പണ്ട് ഡോക്ടർമാർ ഒരു വനിതാ ഡോക്ടറെ കിട്ടുമെന്ന് ചോദിക്കും, ഭാര്യയെന്ന് കാണിക്കാനാണ്. അപ്പം നാളെ വന്നിട്ട് പുരുഷ ഡോക്ടറെ കിട്ടുമെന്ന് ചോദിക്കുന്ന രീതിയാണ്. 80% സ്ത്രീകളാണ് മെഡിക്കൽ പഠനത്തിന് വരുന്നത്. എന്തുകൊണ്ട് പുരുഷന്മാർ വരുന്നില്ല, എത്തിപ്പെടുന്നില്ല? ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഇത്തരം പഠനങ്ങൾ നടന്നിട്ടേ ഇല്ല. പോയ വഴി അടിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിച്ചതാണ്. ഒരു ക്ലാസ് റൂമിൽ 200 പേർക്കാണ് ഒരു ക്ലാസ്സിലുള്ളത്. അന്നേ 150 പേർക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ താമസിച്ച് വരുന്നവരൊക്കെ തറയിലായിപ്പോവും. കുറച്ച് വർഷം മുമ്പ് അത് 200 250 ആക്കി. എന്തിനാണ് ആക്കിയെന്ന് ആർക്കും അറിഞ്ഞൂടെ. 250 പേർക്ക് ഇരിക്കണമെങ്കിൽ 300 350 പേർക്ക് ഇരിക്കാവുന്ന ക്ലാസ് റൂംസിൽ 4 എണ്ണം വേണം. 200 പേർ ഇരിക്കാനുള്ളത് പോലുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് മിസ്മാച്ച് ഉണ്ട്. തീരുമാനങ്ങൾ നീഡ് ബേസ്ഡ് ഒന്നുമല്ല. അവരവരുടെ രാവിലെ തോന്നുമ്പോൾ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിനൊരു സീറ്റ് കിട്ടാൻ പറ്റും. അപ്പോൾ ഈ മേഖല മൊത്തത്തിൽ പഠന വിധേയമാകേണ്ടതാണ്. ഒരുപാട് അഴിച്ചുപണി വേണ്ടാണ്. ചോദിച്ചുകൊണ്ട് കാര്യം കൂടി പറയാം. മെഡിക്കൽ രംഗമായതുകൊണ്ട് ചില മണിക്കൂറുകളുടെ MCQ ഓർമ്മശക്തി മാത്രം പരിശോധിച്ചിട്ടാണ് ഒരാൾ ഡോക്ടറാക്കുന്നത്. വലിയൊരു തെറ്റാണ്, തിരുത്തപ്പെടേണ്ടതാണ്. ഓർമ്മശക്തി മാത്രമാണ് പരിശോധിക്കുന്നത്. അവൻ നല്ല മനുഷ്യനാണെന്ന് പോലും പരിശോധിക്കുന്നില്ല. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ചോദിച്ചു. അമേരിക്കയിലൊക്കെ മാർക്ക് നോക്കും, പക്ഷേ വളരെയധികം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, അവൻ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ ചാരിറ്റി വർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് മെഡിക്കൽ വിദ്യാർത്ഥിയാകാൻ പറ്റുള്ളൂ. അതിൻ്റെ ദോഷങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. മെഡിക്കൽ സമൂഹത്തിൽ വളരെ ഓണസ്റ്റായിട്ട് പണ്ടേ ഉണ്ട്, ഇപ്പോൾ വളരെ കൂടുതലുമാണ്. ഇപ്പോൾ എപ്പിഡമിക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതിനൊരു മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിനാദ്യം ഒരു എപ്പിഡമിക് കലണ്ടർ വേണം. പിന്നെ ഇത് എല്ലായിടത്തും എത്തണം. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ വേണം. ഇപ്പോൾ LSDD ആയാലും ഹെൽത്ത് ആയാലും ഫുഡ് സേഫ്റ്റി ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലൊരു കോർഡിനേഷൻ വേണം. ഇതൊക്കെയും ഒരു ബ്യൂറോക്രാറ്റിക് ഈഗോ കാരണം കൊണ്ട് തടസ്സം നേരിടുന്നുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഇത് വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ചവർ കൂടിക്കിടക്കുന്ന ആരോഗ്യവകുപ്പ് എന്ത് ചെയ്യാൻ ചോദിക്കുന്നവരുണ്ട്, രാഷ്ട്രീയക്കാരുൾപ്പെടെയുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന് അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളെപ്പറ്റി ആരോഗ്യവകുപ്പ് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ചവർ നീക്കാൻ ഡോക്ടറും നഴ്സും എല്ലാം കൂടെ പോകാൻ പറ്റില്ല. അവർ ആശുപത്രി അകത്തിരിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ വെള്ളം മലിനമാകുന്നു ശ്രദ്ധിക്കേണ്ടത് ജല അതോറിറ്റിയും PWD ആണ്. കക്കൂസിൽ നിന്ന് പോണ ജലവും കുടിവെള്ളവും കൂടെ പലയിടത്തും കലരുന്നുണ്ട്. അത് ഡോക്ടർ പോയി റിപ്പയർ ചെയ്യേണ്ടതല്ല. ജന്തുജന്യ രോഗങ്ങളുണ്ട്, അത് ജന്തുക്കളുണ്ടാകുമ്പോഴത്തേക്ക് അത് വെറ്റിനറിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കൂട്ടായ്മയാണ് വേണ്ടത്. അസുഖം വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആശുപത്രിയിലെത്തേണ്ടത്. പക്ഷേ ഈ അസുഖത്തിന് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് പേര് ഒരുമിച്ച് ജോലി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ നേരത്തെ കേരള മോഡൽ പറഞ്ഞപ്പോൾ ഞാനത് പറയണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ കേരള മോഡൽ സെക്കൻഡ് വെർഷൻ, കേരള മോഡൽ 2 പറ്റി ആലോചിക്കേണ്ടതാണ്. നമ്മൾ രോഗചികിത്സയിൽ നമ്മൾ വളരെ മുന്നിലാണ്. മുമ്പ് അമേരിക്കയിൽ പോയും ബോംബെയിൽ പോയും വെല്ലൂരും പോയും ചികിത്സിച്ചിരുന്നപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ചികിത്സിക്കാം. പക്ഷേ ഈ രോഗം വരുന്നതിന് മുമ്പുള്ള രോഗപ്രതിരോധം അത് പകർച്ചവ്യാധി മാത്രമല്ല. രക്തസമ്മർദ്ദം വരുന്നത്, പ്രമേയ രോഗം വരുന്നത് പൊണ്ണത്തടി കൊണ്ടാകാം, അല്ലെങ്കിൽ ഭക്ഷണരീതി ശരിയല്ലാത്തതുണ്ട്. ഇത് ജനങ്ങളോട് പറയണ്ടേ? അപ്പോൾ രോഗചികിത്സയിൽ നിന്ന് അത് നന്നായി നമ്മൾ സെറ്റിലായി കഴിഞ്ഞു. രോഗപ്രതിരോധത്തിലേക്ക് ഒരു ഷിഫ്റ്റ് നടത്തേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് നമ്മൾ ഇപ്പോഴും അത് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ വലിയ ബഹുനിലക്കെട്ട് ആശുപത്രി, CT സ്കാനർ, MRI ഇതൊക്കെ വാങ്ങിത്തതിനാണ് നമ്മൾ താല്പര്യം. ഇതൊക്കെ ഇല്ലാതെ തന്നെ തടയാവുന്ന
താമസിപ്പിക്കാവുന്ന രോഗങ്ങളുണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ മകനോ മകൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് വണ്ണവും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വരും. ഭക്ഷണരീതി കൊണ്ട് തന്നെ പ്രമേഹം ഒരു പക്ഷേ താമസിപ്പിക്കാൻ പറ്റും. ഇത്തരത്തിലേക്കുള്ളൊരു ഷിഫ്റ്റ് കേരളത്തിൽ ആവശ്യമാണ്. അത് സംഭവിച്ചിട്ടില്ല. മുമ്പത്തെക്കാൾ എത്രയോ കൂടുതലായിട്ട് ഇപ്പം പല പേരും ഡെങ്കി, അതുപോലെ ചിക്കൻ ഗുനിയ, ഷിഗല്ല, എലിപ്പനി, അമീബിക് മസ്തിഷ്ക ജ്വരം, ഇതൊക്കെ നമ്മൾ വളരെ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം മുമ്പ് ഇങ്ങനെയുള്ള പനികളൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്തോ ഇതെല്ലാം കൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്നെ തടയാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതീതിയുണ്ട്. അതിലെന്തേ വാസ്തവം? ഇത് രണ്ട് വശമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പോടെ ഉണ്ടായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പലരും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ രോഗമാണെന്ന് തിരിച്ചറിയാതെ പോയിട്ടുണ്ടാകും. പിന്നെ ഈ എമർജിങ് ആൻഡ് റീ എമർജിങ് ഡിസീസ് രണ്ട് തരത്തിലുണ്ട്. പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്. HIV ഒരു കാലത്ത് എമർജിങ് ആയിരുന്നു, കാരണം ഇല്ലാത്ത രോഗം പെട്ടെന്ന് 80കളിൽ വന്നതാണ്. മലമ്പനി നമ്മൾ കേരളത്തിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു മലമ്പനി കേസ് പോലും ഞാൻ കണ്ടിട്ടില്ല. അന്ന് മലമ്പനി ഇവിടെ തീരും. പക്ഷെ ഇപ്പോൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കാരിവിടെ വരുമ്പോഴത്തേക്ക് മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പനിയോ മലമ്പനി ആയിരിക്കാം ക്ലോറോക്വിൻ കഴിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളിങ്ങനെ പറയാറില്ല. അപ്പോൾ മലമ്പനിയുള്ള പ്രദേശക്കാർ ഇവിടെ വന്ന് താമസിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് മലമ്പനി വരാം. പിന്നെ ട്രാവൽ, യാത്ര. ഇപ്പോൾ നമ്മൾ പ്ലെയിനിൽ വന്നവർ കോവിഡും കൊണ്ട് വരികയായിരുന്നു എല്ലാ രാജ്യത്തേക്കും. അപ്പോൾ യാത്ര കൂടിയിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ അണുക്കൾക്കുള്ള ജനറ്റിക് വ്യതിയാനങ്ങൾ. അപ്പോൾ രോഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതെല്ലാ ഘടകങ്ങളും ചേർന്നിട്ടാണ്. അപ്പം നമുക്കിവിടെ അസുഖം എല്ലാം പുതിയ അസുഖമല്ല, പലതും നമുക്ക് അറിയാതിരുന്നതാണ് രോഗങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. പലതും പഠിക്കാനുള്ള മാർഗ്ഗങ്ങളില്ല. ഉദാഹരണം പറയാണ്, പണ്ട് മഞ്ഞപ്പിത്തമൊക്കെ വന്നിട്ട് ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ വന്നിട്ട് ലിവറിന് പ്രശ്നം വന്ന്, സിറോസ് വന്ന്, ലിവറിന് ക്യാൻസർ വന്ന്, വയറൊക്കെ വീർത്ത് മരിക്കും, മഹോദരം വന്ന് അങ്ങോട്ടാണ് വിളിച്ചിരുന്നത്. അത്രേ അറിയാവുള്ളായിരുന്നു. ഇപ്പം നമുക്ക് കൃത്യമായിട്ട് രക്തം പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് സ്രവങ്ങൾ പരിശോധിച്ച് എന്ത് രോഗമാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏർലി 90s 93 94 ഞാൻ കുറച്ച് ദിവസം പനിയായിട്ട് കിടന്നു. പല മരുന്നുകൾ കഴിച്ചിട്ടും മാറിയില്ല. എന്നെ ചികിത്സേൻ്റെ പ്രൊഫസറും പേടിച്ചു പോയി. പക്ഷേ പിന്നീടാണ് ഡെങ്കിപ്പനിയുടെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, പുസ്തകത്തിൽ നോക്കുമ്പോഴാണ് ഞാൻ അനുഭവിച്ച സിംറ്റം മുഴുവൻ ഡെങ്കിയുടെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് ഡെങ്കിയുടെ പരിശോധന ഇവിടെ വന്നിട്ടില്ല, ഡെങ്കിപ്പനി ഇവിടെ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളും വരും. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച്, പ്രകൃതി മാറുന്നതനുസരിച്ച്, അന്തരീക്ഷം മാറുന്നതനുസരിച്ച് രോഗങ്ങളും പുതുതായിട്ട് വരും. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ബാഷ്പത്തിൻ്റെ അളവും ടെമ്പറേച്ചറും ഒക്കെ പല രോഗങ്ങളും മാറി മാറി വരുന്നതിന് കാരണമാവുകയും ചെയ്യും. ഒരു മൾട്ടി ഫാക്ടോറിയലാണ്. അസുഖങ്ങളുടെ സർവൈലൻസ് അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കുറവാണെന്ന് പറഞ്ഞു. അപ്പം അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത്, എനിക്കൊന്നും അതിൻ്റെ മെയിൻ്റനൻസിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അവരുടെ കീഴിലാണ് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുളങ്ങൾ, ജലസംഭരണികളൊക്കെ ഉള്ളത്. ഇപ്പം നമ്മുടെ തൊട്ടു മുന്നിലുള്ള കുളമടക്കം മലിനമാണ്. അത് ആരും മോണിറ്റർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനൊരു മാലിന്യം മോണിറ്റർ ചെയ്യാൻ പറ്റാത്തത് നമുക്ക്? ഇത് ആരുടെയും സ്പെസിഫിക് ഉത്തരവാദിത്തം അല്ലാത്തതിൻ്റെയാണ്. മാത്രമല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രവും പോരാ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനം LSCD ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രികൾക്ക് ഒരു ഡോക്ടർ അവർക്ക് കൊടുക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഈ പരസ്പരം വിരൽ ചൂണ്ടിയിട്ട് നീ ചെയ്തില്ല അവർ ചെയ്തില്ല എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക്, അതാണ് ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ ഒരു പുതിയ കൾച്ചർ. ഇപ്പോൾ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ വകുപ്പിനാണ് ആരോഗ്യ വിഷയം എന്നല്ലാത്ത രീതിയിൽ ഇതെല്ലാം കൂടെ ചേർന്നൊരു, അതിന് ആരോഗ്യവകുപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല, മറ്റെന്തെങ്കിലും സംവിധാനം കേരളത്തിൽ വന്നേ പറ്റുള്ളൂ. അതിന് എല്ലാം ഉണ്ട്. ഇപ്പോൾ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ, സാംക്രമികമല്ലാത്ത രോഗങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഘടകങ്ങൾ ബന്ധപ്പെട്ടാണ്ടിരിക്കുന്നത്. ഞാൻ പറയും, പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് ബെറ്ററായി കഴിഞ്ഞാൽ ഇവിടെ മരണം കുറയും. 4000 പേര് ഒരു വർഷം റോഡിൽ മരിക്കുന്നത്. നമ്മളൊരു നിപ്പക്കാരൻ മരിക്കുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഒരു വർഷം 4000-ഓളം പേര് റോഡിൽ മരിക്കുകയാണ്. അതിൽ 30-40% പേര് വഴിയെ നടക്കാൻ പോയവരാ. റോഡ് നടക്കാൻ പോകാൻ വണ്ടി ഇടിച്ചാകാണ്. ഇത് നമ്മൾ ഇടപെടണ്ടേ? ഇതേതെങ്കിലും ആശുപത്രിയുടെയാണ്. അപകടം പറ്റി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ റോഡിൽ മനുഷ്യർ മരിച്ചു പോകുന്നു. അപ്പോൾ ഇത് അതിനകത്ത് റോഡുണ്ട്, PWD ഉണ്ട്, കുഴിച്ചിടുന്നവരുണ്ട്, ഇലക്ട്രിസിറ്റിക്കാരുണ്ട്, ഇതെല്ലാം കൂടെ ഇൻവോൾവാണ്. അപ്പോൾ ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ മുഴുവൻ പേരുടെയും ഉത്തരവാദിത്തമായിട്ട് മാറുന്നുണ്ട്. സീബ്ര ലൈൻസ്, പുതിയ കാര്യങ്ങളൊക്കെ വരാൻ പോകും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളീ പറയുന്ന രോഗങ്ങളൊന്നുമല്ല. കഴിഞ്ഞ വർഷം 20 പേര് ഡെങ്കി വന്ന് മരിച്ചു. പ്രധാനമാണ്. മരിച്ചവൻ്റെ വീട്ടിൽ 100%. 3.5 കോടിയിൽ 20 പേരെ മരിച്ചുകൊണ്ടെങ്കിലും മരിച്ചൊരു അച്ഛനോ അമ്മയോ ഒക്കെയാണ്. അവിടെ 100%, മകനോ ഒക്കെ ആയിരിക്കാം. 200-ൽ പരം പേര് ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി വന്ന് മരിച്ചു. പക്ഷെ 4000 പേര് വണ്ടി ഇടിച്ചെത്തു പോകുന്നു. പ്രിവെൻറ്റബിളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കോംപ്രിഹെൻസീവായിട്ട് ആരോഗ്യത്തെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ ആഭ്യന്തരമന്ത്രിയോടും ട്രാൻസ്പോർട്ട് മന്ത്രിയോടും പറഞ്ഞ കാര്യം ഇതാണ്. ഏറ്റവും കൂടുതൽ
മരണം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 ഡിപ്പാർട്ട്മെൻറ്റുകളതാണ്. മനുഷ്യർ വെറുതെ നടന്നു പോണ മനുഷ്യർ മരിച്ചു പോകുന്നുണ്ട്. ഏഷ്യ പസഫിക് തലത്തിൽ തന്നെ താങ്കൾ റിയാക്ട് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണ്. എന്താണ് ആ സംഘടനയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം? അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണിപ്പോൾ. ഓരോ വീട്ടിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയാത്തൊരു പ്രശ്നമാണ്. നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വന്നു തുടങ്ങിയിട്ട് 100 വർഷം ഇനി ആയിട്ടില്ല, 98 വർഷം മറ്റേ ആയിട്ടുള്ളൂ. അതിനുമുമ്പ് അണുബാധ വന്നു കഴിഞ്ഞാൽ സ്വയം രക്ഷപ്പെട്ടില്ലെങ്കിൽ മരിച്ചു പോകും. പെൻസിലിൻ വന്നതിന് ശേഷം ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, ലൈഫ് സേവ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഏതോ അപ്പൂപ്പൻ ആൻറ്റിബയോട്ടിക് കിട്ടുന്നുണ്ട്, അമ്മമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക് കിട്ടുന്നുണ്ടാകാം. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ അവസരത്തിൽ അനവസരത്തിൽ ഉപയോഗിക്കുന്നത് കാരണം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ഷയരോഗത്തിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക് 1940-കളിലാണ് കണ്ടുപിടിക്കുന്നത്, ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. കമലാ നെഹ്റു മരിച്ചു ക്ഷയരോഗം വന്നിട്ടാണ്. ഒരു 7 കൊല്ലം കൂടെ അവർ ജീവിച്ചതിന് ചിലപ്പോൾ ഈ മരുന്നിൽ അവർ രക്ഷപ്പെട്ടു പോയേനെ. അപ്പോൾ ഇത്രയും വലിയ അത്ഭുതം സൃഷ്ടിച്ചാണ് ആൻറ്റിബയോട്ടിക്. ഇപ്പോൾ 12 ലക്ഷം പേര് ഒരു വർഷം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരുന്നുകൾക്ക് ഫലമില്ലാതാകുക, അല്ലെങ്കിൽ രോഗാണുക്കൾ, ഈ ബാക്ടീരിയ ഈ ആൻറ്റിബയോട്ടിക് മരുന്നിനെ അതിജീവിക്കാനായിട്ട് ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തൊരു മരുന്ന് കൊടുത്താൽ പറ്റില്ല, അപ്പോൾ അടുത്ത മരുന്ന് കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് മരുന്നുകൾക്ക് അതിജീവിക്കുന്ന ബാക്ടീരിയകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിലാണ് ബാധ. അടുത്ത കാലത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ റിസൾട്ടിന് ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്ത് ഒരു അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്നൊരു മരുന്ന് മാത്രമേ ഇനി ഫലിക്കുന്നുള്ളൂ, അതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗങ്ങളായി ബാക്ടീരിയ രോഗങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ക്ഷയരോഗം ബാക്ടീരിയ രോഗമാണ്, നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാം. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻറ്റ് ക്ഷയരോഗം ഉള്ളത്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗം ഇന്ത്യയിലാണ്. ഒരു വർഷം 1 കോടിയിലധികം ജനങ്ങൾക്ക് ഒരു വർഷം ക്ഷയരോഗം വരുന്നുണ്ട്. അതിൽ 26 ലക്ഷം ഇന്ത്യയിലാണ്. ഏതാണ്ട് 1 ലക്ഷം പേർക്ക് റെസിസ്റ്റൻറ്റ് TB വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പാടാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായി ഉപയോഗിക്കണം, ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കുകയുള്ളൂ. കോവിഡ് സമയത്ത് എല്ലാവരും മുട്ടായി വാങ്ങിച്ച് നിന്ന് നടക്കണം, ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിച്ചത് തെറ്റായിരുന്നു. വൈറസ് രോഗമാണ് കോവിഡ്. ജലദോഷം, നമ്മുടെ സാധാരണ ജലദോഷം, നല്ല ഇൻഫ്ലുവൻസ, ഇതൊക്കെ വൈറസ് രോഗമാണ്. അതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ വൈറസ് രോഗമുള്ള ആളുടെ പ്രതിരോധ ശക്തിയെ കുറയുമ്പോൾ ബാക്ടീരിയയുടെ കയറി അന്നേരം ആൻറ്റിബയോട്ടിക് കൊടുക്കാം. പക്ഷെ നമ്മളങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ തനിയെ പോയി വാങ്ങിച്ച് കഴിക്കും. കേരളം മെച്ചാണ് കേട്ടോ. ആൻറ്റിബയോട്ടിക്കുകൾ വളരെ എളുപ്പത്തിൽ ലഭ്യമല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കൗണ്ടറിൽ പോയി വാങ്ങിക്കും. കപ്പലിൻ്റെ വാങ്ങുന്ന പോലെ ആൻറ്റിബയോട്ടിക് വാങ്ങിക്കാമെന്ന്. ഞാൻ യൂറോപ്പിൽ ജീവിക്കുമ്പോൾ, ജനീവയിൽ ജീവിക്കുമ്പോൾ എനിക്ക് വളരെ തൊണ്ടവേദന വന്ന് രാത്രി വൈകുന്നേരം. അപ്പോൾ ആശുപത്രി പോകാനുള്ള അന്നേരത്തെ സമയം ചോദിച്ചാൽ എൻ്റെ തൊട്ടടുത്ത് മെഡിക്കൽ സ്റ്റോറാണ് ജനീവയിൽ. അവിടെ എല്ലാ ഭാഷയിലും പറഞ്ഞു നോക്കുക, അത് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റെതസ്കോപ്പ് എടുത്തോണ്ട് ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞു, തരില്ല എന്ന് പറഞ്ഞു. ഒരു ക്യാപ്സ് ഞാൻ എനിക്കിന്ന് രാത്രിയിലത്തെ ഞാൻ രാവിലെ ആശുപത്രി പോകാൻ വേണ്ടിയിട്ടാണ്, തരില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ചിലപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക് പൂർണ്ണം നിഷേധിച്ചാൽ ചിലപ്പോൾ ഒരാൾ ചത്തുപോയെന്ന് വരും, അല്ലെങ്കിൽ ഒരുപാട് മരിച്ചു പോയെന്ന് വരും. അങ്ങനെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ആൻറ്റിബയോട്ടിക്കുകളെ നമ്മൾ ഇത്ര ലാഘവത്തോടെ കാണരുത്. ഡോക്ടർമാരെ തന്നെ ശ്രദ്ധിക്കണം. ഈ സംഘടന എന്താ ചെയ്യുന്നതിന് വേണ്ടി? ഇതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, പിന്നെ ഇടപെടൽ നടത്തുക, സ്റ്റുവർഷിപ്പ് എന്ന് പറയും. ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ചില ആശുപത്രികളിലൊക്കെ ഇടപെട്ടിട്ട് അവിടുത്തെ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷനെ സ്വാധീനിക്കാൻ നമ്മൾ തുടങ്ങി. അപ്പോൾ ലഘുവായിട്ടുള്ള ആൻറ്റിബയോട്ടിക് തുടക്കത്തിൽ കൊടുക്കുക, വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം മറ്റ് കൂടിയ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. അങ്ങനെ പാറ്റേണൊക്കെ നമുക്ക് മാറ്റിക്കാൻ പറ്റും. അങ്ങനത്തെ ഇടപെടലുകൾ, പിന്നെ ഡോക്ടർമാരുടെ വിദ്യാഭ്യാസം, പിന്നെ ആഗോളതലത്തിൽ ഇത് വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് UN-നുമായിട്ടൊക്കെ, UN-ൻ്റെ 2 വർഷം മുമ്പ് UN-ൻ്റെ സ്പെഷ്യൽ ഹൈ ലെവൽ മീറ്റിംഗ് നടന്നു. ഞങ്ങളൊക്കെ ന്യൂയോർക്കിൽ പോയിരുന്നു. അപ്പോൾ ആഗോളതലത്തിൽ തൊട്ട് പിന്നെ ഞങ്ങൾ കേരളത്തിൽ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് സ്മാർട്ട് കമ്മ്യൂണിറ്റി, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ സർക്കാർ സംവിധാനം അവിടെ നിലനിൽക്കെ തന്നെ എല്ലാ കാലത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു താങ്ങായിരുന്നത് സ്വകാര്യ മേഖല ആക്സസിബിൾ ആയിരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം വന്ന് ചെറുകിട സംരംഭങ്ങളെയെല്ലാം ഇപ്പോൾ KKR, ബ്ലാക്ക് പോലെയുള്ള വൻകിട കമ്പനികൾ വിഴുങ്ങുകയും അവരുടെ ചെലവിലേക്ക് ഈ അസുഖത്തെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അസുഖം വന്നൊരു പനി വന്ന ആശുപത്രി കയറിയാൽ ഒരു 5000 രൂപയെങ്കിലും ചിലവാക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർക്കാർ? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഗവൺമെൻറ് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രൈവറ്റ് ആശുപത്രികൾ പണമുള്ളവർ വാങ്ങുക, അതൊക്കെ സംഭവിക്കുക, അത് യാഥാർത്ഥ്യമാണ്. പ്രൈവറ്റ് സെക്ടർ യാഥാർത്ഥ്യമാണ്. കാരണം ഗവൺമെൻറ് പരാജയം, അല്ലെങ്കിൽ ഗവൺമെൻറ് പറ്റാത്തിട്ട് പ്രൈവറ്റ് വരും, അവരെ വിലയ്ക്ക് വാങ്ങും. പക്ഷേ ഇതിനകത്ത് ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യണമായിരുന്നു. ഗവൺമെൻറ് എന്ത് ചെയ്യുമായിരുന്നു? ഹെൽത്ത് സ്റ്റേറ്റ് സബ്ജക്റ്റും കൂടെയാണ്. അപ്പോൾ അതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. മാത്രമേ അതിനകത്ത് നിയന്ത്രണങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയില്ല. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തൊരു 25 കൊല്ലുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലില്ല, നമുക്ക് വേണ്ടിയല്ല. പക്ഷേ 5 സ്റ്റാർ ഹോട്ടൽ താമസിക്കാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് വരുമാനം കൂടും, ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടും, നമുക്ക് വല്ലപ്പോഴും പൈസ കൊണ്ടേ പോയി താമസിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് എതിരാകാൻ പാടില്ല.
അത് CPM വരെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റും അതിനാണുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ പൈസ ഉള്ളവർ വരുമാനം ഉണ്ടാകുന്ന ലാഭം ഉണ്ടാകുന്നവർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ റെഗുലേഷൻ വേണം. റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ പണ്ട് ബോംബെയിലും ഡൽഹിയിലും അമേരിക്കയിലും പോയി നടത്തിയ ചികിത്സ പലതും ഇവിടെ ലഭ്യമാണ്. അത് സാധാരണക്കാരൻ്റെ കഴുത്തിറക്കുന്ന രീതിയിലേക്ക് പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പോലുള്ള നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പം എല്ലാ ആശുപത്രികളിലെയും സ്കാനിങ്ങിൻ്റെ പൈസ ഒന്നല്ല, എല്ലാ ആശുപത്രികളിലെയും പ്രൊസീജിയറുകളുടെ പൈസകളൊന്നല്ല. അതെന്തുകൊണ്ടാണ്? ഒരു രണ്ട് വശമുണ്ട്. ഒന്ന്, ഏകീകരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. എനിക്ക് തന്നെ അറിയാം, നമ്മൾ ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ ചില അക്രമം കാണിക്കുന്ന ആശുപത്രികളൊക്കെ കേരളത്തിലുണ്ട്. മറുവശത്ത് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ പെട്ടുപോകുന്നത് സാധാരണ ആശുപത്രിയാണ്. അതുകൊണ്ട് കേരള ചെറിയ ആശുപത്രികൾ പൊട്ടിപ്പോയി. പൈമ പറയുന്നത് 15 ബെഡിന് മേളിലുള്ളവരെ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നു. ഈ പറയുന്ന മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ചെറിയ ആശുപത്രി നാട്ടിൻപുറത്ത് അല്ലെ സാധാരണക്കാർക്ക് അക്സസിബിൾ ആയിട്ടുള്ള ക്ലിനിക്കുകൾ ഇല്ലാതായിപ്പോവും. അതൊരു യാഥാർത്ഥ്യമാണ്. മറുവശത്ത് നിയന്ത്രണങ്ങൾ ആവശ്യവുമാണ്. പക്ഷേ വേറൊരു പ്രൊസീജിയർ പോലെ, ഇപ്പോൾ കാറിൻ്റെ ഗിയർ ബോക്സ് മാറ്റി എത്ര രൂപ നമുക്ക് ആ കാറിന് എത്ര രൂപയുള്ളൂ, ചികിത്സയുടെ അതിൽ പറ്റില്ല. എൻ്റെ കുടുംബാംഗത്തിന് എന്നെ അപ്പൻഡിസൈറ്റിസും പറഞ്ഞ് ഒരു സൈഡ് തുറന്നപ്പോഴത്തേക്ക് വയറ്റിൻ്റെ മറു സൈഡിൽ ഒവേറിയൻ സിസ്റ്റാണ്, ബ്ലീഡിംഗ് ആണ്. സർജറി അങ്ങോട്ടേക്ക് നീട്ടി ഒരുപാട് ഡോക്ടർമാർ വരേണ്ടി വന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം നമുക്ക് ഇന്ന റേറ്റ് അങ്ങനെ വിചാരിക്കാൻ പറ്റും. പക്ഷേ ഈ വാങ്ങിച്ച പൈസയ്ക്കുള്ള പണി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അത് അവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത്രയും പൈസ ഈടാക്കി അതിന് മോണിറ്ററിങ് സംവിധാനം വേണം, ഓഡിറ്റിംഗ് വേണം. നമ്മുടെ നാട്ടിൽ കുറവാണ്. എല്ലാ ഡോക്ടർമാരും അങ്ങനെ ചെയ്യുമെന്ന് പറയില്ല, പക്ഷേ ചെയ്യുന്നവരുണ്ട്. ആശുപത്രിയുടെ വ്യവസായയുടെ താല്പര്യം അനുസരിച്ച് പഴം കൊടുക്കേണ്ട ഡോക്ടർമാരുള്ള എനിക്കറിയാം, യാഥാർത്ഥ്യമാണത്. ആരും എതിർത്തിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഇന്നാൾ ഇന്ത്യൻ ഡോക്ടറെ അമേരിക്കയിൽ പിടികൂടിയില്ലേ, അയാളെ ഒരുപാട് സിസേറിയൻ അവിടെ മോണിറ്റേഡാണ്. ഒരു നമ്പറിൽ കൂടുതൽ സിസേറിയൻ, പെർസനെ കൂടുതൽ സിസേറിയൻ വന്നപ്പോൾ അയാൾ അപകടത്തിലായി, അയാളെ പിടികൂടി. ആ സംവിധാനം, അത്തരം മോണിറ്ററിങ്ങുകൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. അക്കൗണ്ടബിൾ ആയിരിക്കണം ഡോക്ടർമാർ ചെയ്ത്. നമ്മൾക്കിപ്പോൾ മരണം വരുമ്പോൾ എല്ലാം കൂടെ പോയി ആശുപത്രിയിൽ വിളിക്കുക അല്ലെങ്കിൽ പോലീസിൽ വിളിക്കുക, അങ്ങനല്ല. എല്ലാ ആശുപത്രിയും ഇന്ന റേറ്റിൽ ചെയ്യണമെന്ന് ചിലപ്പോൾ പറയാൻ പറ്റുമെന്ന് വരില്ല. നമുക്ക് എല്ലാ ഹോട്ടൽ വരെ ചാർജെന്ന് പറയാൻ പറ്റില്ല, എല്ലാ റെസ്റ്റോറൻറ്റ് വരെ ചാർജെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചോയ്സ് ഉണ്ട്. എല്ലാവരും പോയി 5 സ്റ്റാർ ആശുപത്രി ചികിത്സിക്കാൻ പറയുന്നില്ല. പക്ഷേ അവിടെ അവർ വാങ്ങിച്ച റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി സർവീസ്, ക്വാണ്ടിറ്റി സർവീസ് കൊടുത്തോ എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ട. ഇപ്പോൾ ഈ ഹൈപ്പവർ കമ്മിറ്റിയിലെ പോസ്റ്റിംഗ് പോലും ഒരു രാഷ്ട്രീയ പോസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ അവരോട് എന്തൊക്കെ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും മാസങ്ങളിൽ? ആ ചോദ്യത്തിൽ എനിക്കൊരു ചെറിയ ഇടപെടൽ വേണം. എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എന്നെ വിശ്വാസമുള്ളതാണ്. കാരണം ചിലർ മാറ്റേണ്ടി വരുന്നത് ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളില്ല. പക്ഷേ എനിക്ക് പൊതുജനാരോഗ്യം അറിയാം. ഇപ്പോൾ ഏറ്റവും സീനിയർ, ഏറ്റവും പ്രായമുള്ള കോൺഗ്രസ് ഡോക്ടർ അല്ലല്ലോ ആക്കിയത്, അല്ലെങ്കിൽ അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ടാണ് അവിടെ ആക്കിയത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഈ 11 പേരെ കമ്മിറ്റിയിൽ CPM-കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഡോക്ടർ രാമൻകുട്ടിയുണ്ട്, അച്യുതമേനോൻ്റെ മകൻ, SFIയുടെ പ്രവർത്തകരുണ്ട്. അവർ പാർട്ടി നോക്കി ചെയ്തതല്ല, ആ മേഖല ഏറ്റവും പ്രഗത്ഭരവരാണ്. കഴിഞ്ഞ ഗവൺമെൻറ് പറ്റിപ്പോയതാണ്. ഒരുപാട് അച്യുതമേനോൻ്റെ മകൻ പോലും കമ്മിറ്റികളിലായിരുന്നു. അപ്പോൾ CPM-കാരെ മാത്രം വെച്ചിട്ട് കമ്മിറ്റി ഓടിക്കാൻ പറ്റില്ല. വിഷയങ്ങളിൽ നോളജാണ് ക്രൈറ്റീരിയ ആയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നതും. ഞാൻ പറഞ്ഞ ഹൈപ്പവർ കമ്മിറ്റിയാണ്. എന്തായാലും കൂടുതൽ വിഷണറി ആയിട്ടുള്ള നയങ്ങൾ വരട്ടെ. കേരളത്തിൽ ആരോഗ്യ രംഗത്തെ ഗ്യാപ്പുകൾ ഇപ്പോൾ ഉള്ളത് ഫില്ല് ചെയ്യപ്പെടട്ടെ. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.